ഗവൺമെന്റ് മാറുമ്പോൾ അതിനനുസരിച്ച് വർത്തമാനം പറയരുത് കേട്ടോ. അല്ല ഇത് പറയട്ടെ ഞാൻ പറയാ, ഞാൻ മന്ത്രിയായിരുന്ന സമയത്ത് രാധ മരിച്ചു അല്ലേ, പല ഇഷ്യൂണ്ടായി. ആ സമയത്ത് നിങ്ങൾ മീഡിയക്കാരെന്തോന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്? അന്നിങ്ങനെ നിങ്ങൾ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. ഇപ്പം എന്താ നിങ്ങൾ? അല്ല ഞാൻ പറയാം അത് ഞങ്ങൾ പറയാം. നിങ്ങൾ ഇപ്പം എന്താ നേരെ തിരിച്ചു പറയുന്നത്? എന്താ അന്ന് MLA വന്നോ? ഞാൻ MLA ആയ സമയത്ത് നിങ്ങൾ അന്ന് മന്ത്രി വരണം അല്ലേ, ജില്ലാ കളക്ടർ വരണം, CCF വരണം, കൺസ്പെക്ടർ വരണം എന്നൊക്കെയല്ലേ അന്നത്തെ ഡിമാൻഡ്. ഞങ്ങളിപ്പോൾ അതന്നെയാണ് പറയുന്നത്. ഉത്തരവാദിത്തപ്പെട്ട വനമന്ത്രി വരണം, ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ വരണം, ജില്ലാ കളക്ടർ വരണം, അവരൊക്കെ വരട്ടെ. നിങ്ങളൊക്കെ അന്ന് പുൽപ്പള്ളി ടൗണിൽ കത്തിച്ചല്ലോ, പുൽപ്പള്ളി ടൗൺ കത്തിച്ചല്ലോ, ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? പുൽപ്പള്ളി ടൗണിലെ വിഷയം കത്തിച്ചല്ലോ. ഇതൊന്നും ഞങ്ങൾ ജനപ്രതിനിധിക്ക് എന്ത് പറയാൻ പറ്റും? അവസരത്തിനൊത്ത് മീഡിയാസ് വാർത്ത കൊടുക്കരുത്. ഇവിടെ എത്താൻ ആവശ്യം ഉന്നയിച്ചിട്ട് എത്തണമെന്ന് പറയുന്നത് ശരിയാണോ? നിങ്ങൾ പറയും. നിങ്ങളിപ്പോൾ പറഞ്ഞല്ലോ ഉന്നയിച്ചപ്പോൾ വന്നു. അങ്ങനെയാണ് വന്നതെങ്കിൽ അതിൽ വലിയ പ്രതിഷേധം ഉണ്ടാവേണ്ടത്. ഈ മണ്ഡലത്തിന്റെ MLA വരാൻ ജനങ്ങൾ ആവശ്യം ഉന്നയിക്കേണ്ടി വന്നു അല്ലേ? ഇതല്ലേ സ്ഥിതി? നേരത്തെ അങ്ങനെയാണോ? ഇവിടെ കേളോട്ട് സൂചിപ്പിച്ചല്ലോ. നേരത്തെ എന്തായിരുന്നു സ്ഥിതി? നിങ്ങൾ ഇങ്ങനെ തരാതരം പോലെ മാറരുത്. മനുഷ്യജീവൻ പോലും നിങ്ങൾ ഉൾപ്പെടെ രാഷ്ട്രീയം കണ്ടുകൊണ്ട് പ്രതികരിക്കരുത്. മനുഷ്യജീവനുകൾ നഷ്ടപ്പെടുമ്പോൾ ഒരേ നിലപാട് സ്വീകരിക്കണം. അന്ന് എന്തൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത് നേരത്തെ? അങ്ങനെ അന്ന് കേളോട്ട് ഇവിടെ എത്തിയപ്പോൾ അത് മതിയായിരുന്നോ? മന്ത്രി വരണം, അതുപോലെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട മറ്റുള്ളവർ വരണം. ഇതായിരുന്നില്ല അന്നെടുത്ത നിലപാട്? ഇന്നെന്താ മാറ്റം? ഞങ്ങളിപ്പോൾ പറയുന്നത് എന്താ? ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ വരണം. ഉത്തരവാദിത്തപ്പെട്ട ആൾ എന്ന നിലയിൽ മന്ത്രിമാർ വയനാട്ടിലുണ്ടെങ്കിൽ വയനാട്ടിൽ നിന്ന് എത്തണം. വയനാട്ടിലുണ്ടെങ്കിൽ അതില്ലാത്ത മന്ത്രി ഇന്ന് തന്നെ എത്തണമെന്ന് പറയാൻ കഴിയില്ല. പക്ഷേ അടിയന്തരമായി മന്ത്രിമാരും വരണം. ഇതിന് ശേഷം ചർച്ചകൾക്ക് ശേഷമാണെങ്കിലും മന്ത്രിമാർ വരണം. കാരണം ഇത് 2 ആഴ്ചക്കിടയിൽ 2 ജീവനുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇത് ഒറ്റപ്പെട്ട സംഭവമായി കാണാൻ കഴിയില്ല. 2 ആഴ്ചക്കുള്ളിൽ 2 പേർ നഷ്ടപ്പെട്ട അനുഭവം എവിടെയാണ്? അത് ആ നിലയിലേക്ക് വന്നിരിക്കുന്നു. 6 ജീവനുകൾ പോയിരിക്കുന്നു കേരളത്തിൽ. അപ്പോൾ ഇവിടെ ജില്ലാ കളക്ടർ ഇത്രയും വലിയൊരു വിഷയം ഉണ്ടായിട്ട് ജില്ലാ കളക്ടർ എത്തുന്നില്ല. അത് ജില്ലാ കളക്ടറോട് വരണമെന്ന് നിർദ്ദേശം കൊടുക്കേണ്ടത് ആരാ? സർക്കാരല്ലേ. എന്താ നിർദ്ദേശം കൊടുക്കാത്തത്? അതുകൊണ്ട് ആ നിലയിൽ അതിന് നിങ്ങൾ ഇത് ലഘൂകരിക്കാൻ വേണ്ടി ജനപ്രതിനിധി വന്നല്ലോ വെച്ചാൽ ജനപ്രതിനിധി ആവശ്യപ്പെട്ടിട്ട് വരേണ്ട ആളാണോ? നിങ്ങൾ പറയും. നിങ്ങൾ ജനപ്രതിനിധി വരേണ്ടത് ആവശ്യപ്പെട്ടിട്ടാണോ? അതെ, ജനപ്രതിനിധി വരുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ജില്ലാ ഭരണകൂടത്തിന്റെ ആളുകൾ കൂടെ വരണ്ടേ? ആണല്ലോ, മോശപ്പെട്ട ആളാണല്ലോ. അതെ, ജനപ്രതിനിധിയോടൊപ്പം തന്നെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ കൂടെ വരണ്ടേ? ജില്ലാ കളക്ടർ ഉൾപ്പെടെ വരണ്ടേ? അങ്ങനെയല്ലേ ചർച്ച നടത്താറ് സാധാരണ? അങ്ങനെയല്ലേ? ജില്ലാ കളക്ടർ ഉൾപ്പെടെ ഗവൺമെന്റിന്റെ ഒരു ഭരണകൂടത്തിന്റെ ഭാഗമായുള്ള ഒരു ജില്ലയിലെ പ്രതിനിധീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥയാണല്ലോ അല്ലെങ്കിൽ ജില്ലാ കളക്ടർ എന്ന് പറയുന്നത്. അവർ വരട്ടെ, അവരുൾപ്പെടെ വരട്ടെ. അവർക്ക് എന്താ ഇവിടെ വരാൻ ബുദ്ധിമുട്ട്? സർക്കാരിന്റെ ഭാഗമായുള്ള കുറേ കാര്യങ്ങൾ ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. അവരിവിടെ ഇപ്പോൾ വരട്ടെ. അവരിവിടെ വന്നാൽ തയ്യാറാണ്. മാത്രമല്ല ജില്ലയിൽ മന്ത്രിമാരുണ്ടെങ്കിൽ അവർ വരണം. അത് ജില്ലക്ക് പുറത്താണെങ്കിൽ അത്രയും സമയം നീട്ടാൻ കഴിയില്ല. മന്ത്രിമാർ ജില്ലയിൽ ഉണ്ടെങ്കിൽ എത്തണം. ജില്ലയിൽ മന്ത്രിമാരുണ്ടെങ്കിൽ എത്തണം അടിയന്തരമായിട്ട് എത്തണം. വനം മന്ത്രിയുടെ ധിക്കാരപരമായിട്ടുള്ള പൊതുസമൂഹത്തെ ജനങ്ങളോട് വെല്ലുവിളിക്കുന്ന സമീപനം വനമന്ത്രി മാറ്റണം. അദ്ദേഹം എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അവർ ഈ കേരളത്തോട് വെല്ലുവിളിയല്ലേ വനമന്ത്രി നടത്തുന്നത്? അതൊക്കെ അങ്ങനെ ഉണ്ടാകും. എന്നൊരു മാന്ത്രിക വടിയൊന്നുമില്ല. എല്ലാവരും മാന്ത്രിക വടി ഉണ്ടായിട്ടാണോ ഈ വന്യമൃഗത്തെ എത്രയേക്കാൾ പ്രതികരിച്ചിട്ടുള്ളത്? അപ്പോൾ ധിക്കാരപരമായിട്ടുള്ള സമീപനവും മറുപടിയും ഒക്കെയാണ് വനം മന്ത്രി ഈ കേരളത്തിലെ ജനങ്ങളോട് വെല്ലുവിളി നടത്തുന്നത്. അത് ശരിയാണോ? അത്തരം നിലപാട് ഈ വനമന്ത്രി തിരുത്തണം. അങ്ങനെ ഒരിക്കലും പാടില്ല. എല്ലാവരും മാന്ത്രിക വടിയുണ്ടായിട്ടാണോ രാജ്യം ഭരിക്കുന്നത്? ഓരോരോ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്? എന്താ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ആ മന്ത്രിയെ തന്നെ ആരെ ഓടിച്ചല്ലോ അല്ലേ? മന്ത്രിക്ക് എന്ത് പറയാനുണ്ട്? അങ്ങനെയൊന്നും ഒരു ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഒരു അധികാരത്തിലെത്തിയിട്ടുള്ള ഒരു മന്ത്രി വെല്ലുവിളിക്കാൻ വേണ്ടി പാടില്ല. നമ്മളൊക്കെ മന്ത്രിയായിട്ടുണ്ട്, MLA ആയിട്ടുണ്ട്. ആ സമയത്തൊന്നും നമ്മൾ ജനങ്ങളോട് ഇങ്ങനെ വെല്ലുവിളിച്ചിട്ടില്ല. അതൊക്കെ ഈ മന്ത്രി ഇവിടെ ഇപ്പോഴത്തെ ജനപ്രതിനിധിയോടും ഇപ്പോൾ ഉള്ള ഗവൺമെൻറ്റിനോടും ചോദിക്കണം. ഞാനിപ്പോൾ MLA മന്ത്രി അല്ലല്ലോ. അതൊക്കെ നോക്കട്ടെ. നമ്മൾ കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് നമ്മൾ ഫണ്ട് കൊടുക്കാതിരുന്നിട്ടില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അല്ലേ?